മസ്തിഷ്ക മരണം, പ്രകമ്പനം, ആശകളായിരം, സംഭവം അധ്യായം 1 എന്നീ 4 സിനിമകളിലെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. അതിന് പക്ഷേ ആദ്യം ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ദിവസം വീഡിയോ കാണണമെങ്കിൽ. ആദ്യം അപ്ഡേറ്റ് പ്രകമ്പനം സിനിമയുടെ കളക്ഷൻ തന്നെയാണ്. ഓൾമോസ്റ്റ് 40 ദിവസം ആയിരിക്കുകയാണ്, ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. എവിടെ സിനിമയുടെ OTT റിലീസ് ചോദിക്കുന്നവർക്ക് ആണെങ്കിൽ C5 ആണ് മേടിച്ച് ഇതുവരെയായിട്ടും OTT റിലീസ് ഡേറ്റ് പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങൾ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. പടത്തിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 40-ാം ദിവസം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ 3.10 ലക്ഷമാണ്. കളക്ഷൻ വളരെ കുറവ് തന്നെയാണ് ഈ ഒരു വർക്കിംഗ് ഡേയ്സിൽ. എന്തായാലും ടോട്ടൽ 40 ദിവസം കൊണ്ട് 15,18,00,000 നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ നേടിയെടുത്തത്. അടുത്ത സിനിമയാണ് നമ്മുടെ മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞ രജിഷ വിജയൻ അഭിനയിച്ച മലയാള സിനിമ. പടത്തിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ പടം റിലീസിന് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 12 ദിവസമായിരിക്കാം, 2 ആഴ്ചയിലോട്ട് പോവുകയാണ്. എന്തായാലും 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 12-ാം ദിവസം കേരളത്തിലെ സിനിമയ്ക്ക് 4.50 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് വർക്കിംഗ് ഡേയ്സിൽ. എന്തായാലും 12 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം മസ്തിഷ്ക മരണം എന്ന സിനിമയ്ക്ക് 2,53,00,000 ടോട്ടൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് ആശകളായിരം എന്ന് പറഞ്ഞ ജയറാം, കാളിദാസ് ജയറാം എന്നിവർ അഭിനയിച്ച ഫാമിലി സിനിമ. തിയേറ്ററുകളിൽ ഓൾമോസ്റ്റ് ഫ്ലോപ്പ് ആണ്, എന്നാൽ പോലും ഈ ബിസിനസ്സിലൂടെ പടത്തിന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ആശകളായിരം എന്ന് പറഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 33 ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, ഒരു മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും സിനിമയ്ക്ക് 33-ാം ദിവസം കേരളത്തില് 1.50 ലക്ഷമാണ്. ടോട്ടൽ 33 ദിവസം കൊണ്ട് കേരളത്തില് 7,72,00,000. അടുത്ത സിനിമയാണ് സംഭവം അധ്യായം 1 എന്ന് പറഞ്ഞ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഓൾമോസ്റ്റ് 30-ലധികം ഷോസ് ആഡപ്പ് ചെയ്തിട്ടുണ്ട് സിനിമ പല തിയേറ്ററുകളിലായിട്ട്. കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 5 ദിവസമായിരിക്കുകയാണ്. 5-ാം ദിവസം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിലെ 35 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 5 ദിവസം കൊണ്ട് സിനിമയ്ക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം 2 കോടിയിലോട്ട് പോവുകയാണ്. 1,93,00,000 സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും മികച്ചൊരു കളക്ഷനിലോട്ട് പോകട്ടെ സിനിമ വരും ദിവസങ്ങളിൽ. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിന് പക്ഷേ ആദ്യം കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.